മൊഡ്യൂൾ 2 കേരളവും തൊഴിൽ മേഖലകളും. സാഹിത്യത്തിലെ കച്ചവട സൂചനകൾ, കലയും തൊഴിലുമായുള്ള ബന്ധം, മിഷനറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹിക ചരിത്രവും. കാലിക്കുളമ്പടികൾ. അതിൽ മിഷനറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹിക ചരിത്രവും വിനി പോളിൻ്റെ ലേഖനമായിട്ടും കാലിക്കുളമ്പടികൾ മഹമൂദ് കൂരിയുടെ ലേഖനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൊഡ്യൂൾ 2 കേരളത്തിൻ്റെ തൊഴിൽ മേഖലകളെക്കുറിച്ചും കലയും തൊഴിലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. കേരള ചരിത്രരചനയ്ക്കുള്ള മുഖ്യമായ ഉപാധിയാണ് സംസ്കൃതം, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള സാഹിത്യവും സാഹിത്യേതരവുമായ കൃതികൾ. അതുലൻ്റെ മൂഷകവംശം മഹാകാവ്യം മുതൽ ആരംഭിക്കുന്ന നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, ജനജീവിതം, ഭരണ സംവിധാനങ്ങൾ, സാമ്പത്തികവും സാംസ്കാരികവുമായ അടയാളപ്പെടുത്തലുകൾ എന്നിവ ഉണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ ചരിത്രരചന അനിവാര്യമായ സാഹചര്യത്തിലാണ് സാഹിത്യകൃതികളിലും നാടോടി വിജ്ഞാനീയത്തിലും അധിഷ്ഠിതമായ ചരിത്രരചന ആരംഭിച്ചത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ മുതലാണ് ഇത്തരത്തിലുള്ള ഒരു ചരിത്രരചനാ രീതി ആരംഭിക്കുന്നത്. ഈ കച്ചവട സാധനങ്ങളെക്കുറിച്ചും അതുപോലെ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കച്ചവട വസ്തുക്കളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ സംസാരിച്ചതാണ്. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ സംഘം കൃതികളെക്കുറിച്ചും അതിൽ നമ്മുടെ കച്ചവട ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ കടന്നു വരുന്നതായിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. പിന്നീട് അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിലും പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കൃതികളെ കുറിച്ച് കഴിഞ്ഞ മൊഡ്യൂളിൽ പരാമർശിച്ചു. അതുപോലെ തന്നെ തമിഴ്, കർണാടകം, കൊങ്കണം, ആന്ധ്ര, കലിംഗം, മാളവം, വങ്കം എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും ഉണ്ടായിരുന്നു. അതുപോലെ ആ കാലങ്ങളിലെ നാണയങ്ങളെക്കുറിച്ചും പരാമർശം ചെയ്യുന്ന പല കൃതികളും ഉണ്ട് എന്നുള്ളതും നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. സന്ദേശകാവ്യങ്ങളിലും അച്ചീചരിതങ്ങളിലും ചമ്പുക്കളിലുമൊക്കെ നമ്മുടെ സമ്പന്നമായ കച്ചവട പാരമ്പര്യത്തെ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യന് കലയും തൊഴിലും ആയി വളരെ വലിയ ബന്ധമാണുള്ളത്. മനുഷ്യൻ്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രകൃതിയെ മെരുക്കിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് കല എന്ന് പറയുന്നുണ്ട്. വീട് നിർമ്മാണം, പാത്രനിർമ്മാണം, സാമാനങ്ങളുടെ നിർമ്മാണം, വസ്ത്രനിർമ്മാണം തുടങ്ങിയവയെല്ലാം സോപയോഗ കലകളും സംഗീതം, സാഹിത്യം, നൃത്തം, നാടകം തുടങ്ങിയവ സുകുമാര കലകളുമാണ്. കലകളുടെ നാടാണ് കേരളം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രാചീന കേരളത്തിൽ ജാതി വ്യവസ്ഥയും തൊഴിലിൻ്റെ പേരിലുള്ള തരംതിരിവുകളും ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവർഷം 8 മുതൽ 12 വരെ കേരളത്തിൽ കുടിയേറിപ്പാർത്ത ബ്രാഹ്മണർ കേരള സമൂഹ രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. ബുദ്ധ ജൈന മതങ്ങളും അതുപോലെ ആദിമ ജനതയെയും അടിയറവ് പറയിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സാമൂഹിക സാമ്പത്തിക ക്രമം പിന്നീട് വളർന്നു വന്നു. അപ്പോൾ തൊഴിലധിഷ്ഠിത ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയവും നടപ്പാക്കിയതോടെയാണ് ജാതിയും ഉപജാതിയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ കടന്നു വരുന്നതെന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ജാതി മേൽക്കോയ്മകൾ സ്ഥാപിക്കാനുള്ള ഉപാധി ഒരു തരത്തിൽ ഈ തൊഴിലുകളും കലകളൊക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളതും പറയേണ്ടതാണ്. ചാക്യാരുടെ അഭിനയം അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കൂത്തുപറയുകയും കേരള ക്ലാസിക് നാടകാവിഷ്കാരമായ കൂടിയാട്ടത്തിലെ മുഖ്യവേഷത്തെ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു അമ്പലവാസി വിഭാഗത്തിലെ കലാകാരനാണ്. അവരെയാണ് നമ്മൾ ചാക്യാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചാക്യാരുടെ ബ്രാഹ്മണ വിഭാഗത്തിലുള്ള ഒരാളാണ് ചാക്യാരാകുന്നത്. അപ്പോൾ ഈ അഭിനയം തൊഴിലായിട്ട് സ്വീകരിച്ച ആൾക്കാരാണ് ചാക്യാന്മാർ. അമ്മന്നൂർ, കിടങ്ങൂർ, വൈങ്കളം, മാണിയൂർ, കുട്ടഞ്ചേരി, പൊതി, മേക്കാട്
ഇവിടെയൊക്കെ കുടുംബക്കാരായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കൂടിയാട്ടം എന്ന കേരളീയ അഭിനയ കലകളുടെ അവകാശികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതര ജാതികളിലേക്ക് ഈ കൂടിയാട്ടവും ചാക്യാർകൂത്ത് എന്ന് പറയുന്ന കലകളൊന്നും കടന്നു ചെന്നിരുന്നില്ല. അപ്പോൾ ഇവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ കുടുംബപരമായി പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഒരു തൊഴിലായിട്ട്, അപ്പോൾ ഈ ചാക്യാർക്ക് അതൊരു ആരെയും വിമർശിക്കാം, അഭിനയം കൈമുതലാവണം. അതുപോലെ തന്നെ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറയുന്ന പോലെയാണ് അതിലെ അഭിനയങ്ങൾ വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചിലപ്പതികാരത്തിൽ പോലും ചാക്യാർകൂത്തിനെക്കുറിച്ചും ചാക്യാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പ്രശസ്തരായ ചാക്യാർമാരാണ് മാണി മാധവച്ചാക്യാരും അമ്മന്നൂർ മാധവച്ചാക്യാരും പൈങ്കുളം രാമച്ചാക്യാരൊക്കെ. അപ്പോൾ ഈ ചാക്യാർകൂത്ത് അല്ലെങ്കിൽ ചാക്യാരെന്ന് പറയുന്ന അവരുടെ കല ഒരു ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതമായിട്ടോ വൃത്തിയായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കൂടിയാട്ടം ചെയ്തിരുന്നത് കൂടുതലും നമ്പ്യാർ വിഭാഗത്തിലെ സ്ത്രീകളാണ്. അതുപോലെ നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്നൊരു കലയും ഉണ്ടായിരുന്നു. നങ്ങ്യാർകൂത്ത് എന്ന് പറയുന്ന കല ആ രംഗത്ത് ഉഷാ നങ്ങ്യാരെ പോലെയുള്ള കപില വേണുവിനെ പോലെയുള്ള ആൾക്കാർ ആ രംഗത്ത് നിന്നും പ്രശസ്തരാണ്. അതുപോലെ തന്നെയാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിൽ കാവുകളോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന പാട്ടാണ് പുള്ളുവൻ പാട്ട്. പുള്ളുവനും പുള്ളുവത്തിയും പുള്ളുവക്കുടവുമേന്തി ഒറ്റക്കമ്പി വീണയുമായി നാഗപ്രീതിക്ക് വേണ്ടി നടത്തുന്ന സർപ്പപ്പാട്ട് അഥവാ പുള്ളുവപ്പാട്ട്. അപ്പോൾ പുള്ളുവരെക്കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. അതുപോലെ സരസ്വതി സംഗീതവും നൽകി നാഗപ്രീതിക്കായി ഭൂമിയിലേക്ക് അയച്ചവരാണ് പുള്ളുവർ എന്ന ഐതിഹ്യം പറയുന്നു. അപ്പോൾ ശിവൻ്റെ വീണയും ബ്രഹ്മാവ് കുടവും വിഷ്ണു കൈമണിയും സരസ്വതിയുടെ സംഗീതവും ചേർന്നതാണ് പുള്ളുവർ എന്നാണ് വിശ്വാസം. ഇവരുടെ ഒരു കർണാടക സംഗീതം അല്ലെങ്കിൽ സോപാന സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആലാപന രീതിയാണ്. ശരിക്കും 5 തിണകൾ അല്ലെങ്കിൽ 5 തിണകളിലെ പാലൈ എന്ന് പറയുന്ന തിണയിലെ നിവാസികളാണ് ഈ പുള്ളുവർ എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പാണൻ പാട്ട്, ഇതും സംഘകാലം മുതൽ പല ഗായകരും അല്ലെങ്കിൽ പല സന്ദേശ ഹരന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളായ പാണന്മാർ, ഇവർ വയലിൻ പോലെയുള്ള സംഗീതമാണ് ഇവർ ഉപയോഗിച്ചിരുന്ന ഉപകരണം. അതിനെ ഇശൈപ്പാണർ, വീണ പോലെയുള്ള സംഗീതം ഉപയോഗിച്ചിരുന്ന യാൾപ്പാണർ അല്ലെങ്കിൽ ശുദ്ധ നാടോടികളായിട്ടുള്ള മുറണ്ടുപാണർ. ഇങ്ങനെ ഇത്തരം വിഭാഗത്തിലാണ് ശരിക്കും ഈ പാണൻ എന്ന് പറയുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ പാണൻ വിഭാഗം പെടുന്നത്. ഇവരെ തുയിലുണർത്ത് പാട്ടാണ് ഇവരുടെ കുലത്തൊഴിൽ. പിന്നെ കുടകെട്ടൽ, മന്ത്രവാദം ഇങ്ങനെയൊക്കെയുള്ളതും ഇവരുടെ തൊഴിലുകളായിട്ടുണ്ട്. ഇവർ വിഷ്ണുഭക്തനായ തിരുപ്പാണാൾവാറുടെ പിന്മുറക്കാരാണ് എന്ന് വിശ്വസിച്ചു വരുന്നു. പൺ എന്നാൽ രാഗം, പാണൻ എന്നാൽ രാഗം ആലപിക്കുന്നവൻ. മിഥുനം കർക്കിടക മാസങ്ങളിൽ വീട് തോറും തുയിലുണർത്തുപാട്ടും കുറത്തിയാട്ടവുമാണ് ഇവർ നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഗർഭരക്ഷയ്ക്കായിട്ട് ഇല്ലങ്ങളിൽ ചെന്ന് ബലിക്കളം, തെയ്യാട്ടം തുടങ്ങിയവയും ഈ വിഭാഗങ്ങൾ നടത്തി വരാറുണ്ട്. അപ്പോൾ ഇതും ഒരു തൊഴിലായിട്ട് അല്ലെങ്കിൽ ഉപജീവനമാർഗമായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പിന്നെ വേറൊരു ജോലി എന്ന് പറയുമ്പോൾ ക്ഷുരകവൃത്തിയാണ് പിന്നെ ഇവർ ചെയ്തിരുന്നത്. അതുപോലെ സോപാന സംഗീതം, ക്ഷേത്രത്തിൽ സോപാന സംഗീതത്തിൽ ദേവപ്രീതിക്കായിട്ട് നട തുറക്കുന്ന സമയത്ത് ഇടയ്ക്ക കൊട്ടിപ്പാടുന്ന കലാരൂപത്തെയാണ് സോപാന സംഗീതം എന്ന് പറയുക. ഇത് അമ്പലവാസികളായ മാരാർമാരെ അല്ലെങ്കിൽ പൊതുവാൾമാരൊക്കെയാണ് ഈ ഒരു സോപാന സംഗീതം അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ ഒരു പാട്ടിൻ്റെ ഒരു ക്രമമുണ്ട്. അതുപോലെ നൃത്തത്തിൽ ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതമായത് എന്ന് പറയുന്നുണ്ട്. ജൈന ബുദ്ധവക്കാലത്ത് കേരളത്തിലെത്തിയ ഉത്തരേന്ത്യൻ ആഖ്യാന ശൈലിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്ഥായിലുള്ള സംഗീതമാണ് അല്ലെങ്കിൽ രാഗ ആലാപന ശൈലിയാണ് ഇതിനുള്ളത്. അതുപോലെ ഇടയ്ക്കയും ചേങ്ങിലെയും സോപാന സംഗീതജ്ഞന്മാർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ 8 വരി കവിതകളായിട്ടാണ് ഇവർ ശരിക്കും പാടാറുള്ളത്. നട തുറക്കുന്ന സമയത്താണ് ശരിക്കും ഈ ഒരു സോപാന സംഗീതത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാവുക. പണ്ട് കാലത്ത് സോപാന സംഗീതവും അതുപോലെ ദേവദാസി നൃത്തവും ഒക്കെ ഒരുപോലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ചെണ്ട, മാരാർ, കേരളത്തിലെ പ്രശസ്തമായ വാദ്യോപകരണമാണ് ചെണ്ട. അത് മാരാരും പൊതുവാൾ എന്ന് പറയുന്ന വിഭാഗമാണ്
ശരിക്കും ചെണ്ട കൊട്ടുന്നത്. പ്ലാവിൻ തടി, കാളത്തോല് മുതലായവ കൊണ്ടാണ് ചെണ്ടയുടെ നിർമ്മാണം. പിന്നെ അതുപോലെ തന്നെ തായമ്പകയിൽ ഒരു കോലും ഇടംകൈയും എന്ന കണക്കിലാണ് കൊട്ട്. എന്നാൽ കഥകളി, മേളം, ഉത്സവം ഈ സന്ദർഭങ്ങളിൽ 2 കോലും ഉപയോഗിക്കും. പഞ്ചാരി, പാണ്ടി മേളങ്ങളാണ് ചെണ്ടയിൽ പ്രധാനം. കുടിൽ വ്യവസായങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വളരെ ശക്തവും കുടുംബത്തിൻ്റെ സാമ്പത്തികാശ്രയത്വം ഉറപ്പാക്കുന്നതുമായ ഒരു വ്യവസായമാണിത്. സ്വന്തം അധ്വാനവും കഴിവുമല്ലാതെ മറ്റൊരു മുടക്കുമുതലും കാര്യമായി ആവശ്യമില്ലാത്ത ചെറുതും അനൗപചാരികമായതും സംഘടിതവുമായ ഒരു തൊഴിൽ മേഖലയാണ് ഇത്. അതുപോലെ കുടിൽ വ്യവസായം എന്ന് പറയുമ്പോൾ കളിമൺ പാത്ര നിർമ്മാണം, കൈത്തറി വസ്ത്ര നിർമ്മാണം, കയർ വ്യവസായം തുടങ്ങിയൊക്കെ കുടിൽ വ്യവസായങ്ങളിൽ പെടുന്നുണ്ട്. കയർ വ്യവസായം ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ പരമ്പരാഗത വ്യവസായമാണ്. ശരിക്കും 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഒരു ഐറിഷ്കാരനായ ജെയിംസ് ഡാരാഗാണ് ആലപ്പുഴയിൽ ആദ്യമായിട്ട് കയർ ഫാക്ടറി സ്ഥാപിക്കുന്നത്. കേരളത്തിലൊരു സംഘടിത കയർ വ്യവസായം ആരംഭിക്കുന്നത്, ഒരു കുടിൽ വ്യവസായമായിട്ട് ആരംഭിക്കുന്നത് പരമ്പരാഗത കയർ തൊഴിലാളികൾ അങ്ങനെ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് അത് കൈമാറി വന്നു. ആലപ്പുഴയും കൊല്ലം ജില്ലയൊക്കെ ആയിരുന്നു പ്രധാന കേന്ദ്രങ്ങൾ. ശരിക്കും കയറ്റുമതി ഉൽപ്പന്നങ്ങളിൽ, അന്താരാഷ്ട്ര വിപണിയിലെ കയറ്റുമതി ഉൽപ്പന്നങ്ങളിലൊക്കെ ഏറ്റവും വലിയ പ്രാധാന്യമേറിയ സാധനങ്ങളാണ് കയറ്, പിണയൽ, ചൂല്, ബ്രഷ്, ഡോർമാറ്റ്, പരവതാനി, പായകൾ, മെത്തകൾ. അപ്പോൾ ഇതൊക്കെ കയറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കയർ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ കയർ കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഏകദേശം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു വ്യവസായമായിട്ടത് മാറിയിട്ടുണ്ട്. കൈത്തറി എന്ന് പറയുമ്പോഴും ഇതേപോലെ തന്നെ നെയ്ത്ത് വ്യവസായമാണ്. പണ്ട് വസ്ത്രം നെയ്യാൻ ഉപയോഗിച്ചിരുന്ന തറികളിലൂടെയാണ് വസ്ത്രം നെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് കൈത്തറിയായി. കൈത്തറി ശരിക്കും കയറ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം കൈത്തറിക്കാണ്. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ കൈത്തറി തൊഴിലാളികൾ അല്ലെങ്കിൽ കൈത്തറി തൊഴിലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. പരമ്പരാഗത കൈത്തറി മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലെ തുണി വ്യവസായ മേഖലയിൽ പവർലൂം, സ്പിന്നിങ് മേഖല ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ രാമപുരം കൈത്തറി, കുത്താമ്പുള്ളി കൈത്തറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ലോകപ്രശസ്തമായ കൈത്തറി മേഖലകളാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം കണ്ണൂർ പയ്യാമ്പലം ഹാൻലീവ് ക്യാമ്പസിലെ ഓടമാണ്. അതുപോലെ തന്നെ പരമ്പരാഗതമായ ദേശനിർമ്മിതികൾ അത് പറയുമ്പോൾ ആറന്മുള കണ്ണാടി, ബേപ്പൂർ ഉരു, കൊയിലാണ്ടി, ഹുക്ക ഇതൊക്കെയാണ് നമ്മൾ ദേശനിർമ്മിതികളിൽ ഉൾപ്പെടുത്തി പറയുക. കോഴിക്കോട് ജില്ലയിലെ തുറമുഖ നഗരമായ ബേപ്പൂരിലാണ് പ്രധാനപ്പെട്ട ബേപ്പൂർ ഉരു എന്നറിയപ്പെടുന്നത്. ഉരുവിൻ്റെ നിർമ്മാണം പരമ്പരാഗതമായിട്ട് ഖലാസികളാണ് ചെയ്തു വരുന്നത്. ഉരു നിർമ്മിക്കാൻ കുറഞ്ഞത് 4 വർഷമെങ്കിലും എടുക്കുമെന്നുള്ളതാണ്. നിലമ്പൂർ കാടുകളിൽ നിന്നാണ് അതിനുള്ള പ്രത്യേക തടികൾ എടുക്കുന്നത്. AD 1-ാം നൂറ്റാണ്ട് മുതൽ ബേപ്പൂരിൽ കപ്പൽശാലയിൽ നിർമ്മിച്ച ഉറു കപ്പലുകൾക്ക് പ്രശസ്തിയുണ്ട് എന്നാണ് പറയുന്നത്. 1500 കൊല്ലത്തോളമായിട്ട് അറബികളുമായിട്ടുള്ള അടിമ വ്യാപാരത്തിനും മറ്റും ഈ ഉരു ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആറന്മുള കണ്ണാടി, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന പ്രശസ്തമായ ഗ്രാമത്തിലാണ് ഈ ആറന്മുള കണ്ണാടി ഉണ്ടാക്കി വരുന്നത്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള ലോഹക്കൂട്ടാണ്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരത്തിലുള്ള ലോഹക്കൂട്ട് കൊണ്ടാണ് ഈ കണ്ണാടി നിർമ്മിക്കുന്നത്. ഇതൊരു വശം ഉരച്ച് മിനുക്കിയെടുക്കുന്നു. സാധാരണ ചില്ല് കണ്ണാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ മുൻപ്രതലമാണ് പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇത് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ 45 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ആറന്മുള കണ്ണാടി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് അഷ്ടമംഗല്യം ഒരുക്കുമ്പോഴും മംഗളകർമ്മങ്ങൾക്കുമാണ് ഈ ആറന്മുള കണ്ണാടി ഉപയോഗിച്ച് വരുന്നത്. അതൊരു പരമ്പരാഗതമായിട്ട് നിർമ്മിച്ചു വരുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. കൂടുതലും വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണവും കയറ്റുമതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊയിലാണ്ടി ഹുക്ക, കോഴിക്കോട് ജില്ലയിൽ വടക്ക് ഭാഗത്തുള്ള കൊയിലാണ്ടിയിലാണ് പ്രധാനമായും ഈ ഹുക്ക നിർമ്മിക്കുന്നത്. പ്രാചീന കാലത്ത് അറബികളും ചീനക്കാരും പോർച്ചുഗീസുകാരും ഒക്കെ അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു
സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു അന്ന് ഈ ഹുക്കയിൽ നിറച്ചിരുന്നത്. കൊയിലാണ്ടിയിലെ മൂശാരിമാരാണ് ഈ ഹുക്ക പണി അല്ലെങ്കിൽ ഈ ഹുക്ക ഉണ്ടാക്കിയിരുന്നത്. അറബികളുമായുള്ള വ്യാപാരത്തിൻ്റെ ഫലമായിട്ടാണ് ഈ അറബ് നിർമ്മാണ വിദ്യ കൊയിലാണ്ടിയിലെത്തിയത്. പിന്നീട് ഏറെ ഉറപ്പും കരകൗശലവുമുള്ള കൊയിലാണ്ടി ഹുക്കകൾ വിദേശ വ്യാപാരത്തിൽ വലിയ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ ഹുക്കയ്ക്ക് വലിയ ഒരു പ്രധാനമായ ഒരു ഹുക്ക നിർമ്മാണം അല്ലേ. കൊണ്ടോട്ടിയിലെ മൂശാരിമാർ അറബികളിൽ നിന്നും ഹുക്ക നിർമ്മാണം പഠിച്ചു. കൊണ്ടോട്ടിക്കടുത്ത് പന്തലായനിക്കൊല്ലത്ത് കുനിയിൽ തറവാട്ടിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹുക്കകൾ ഉണ്ടാക്കി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വർണവും വെള്ളി പോലും ഹുക്ക നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് മിഷണറി പ്രസ്ഥാനവും റോഡുകളുടെ സാമൂഹിക ചരിത്രവും വിനിൽ പോളിൻ്റെ ലേഖനമാണ്. അതിൽ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ മിഷണറി കാലഘട്ടത്തിലെ റോഡുകളുടെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക സാഹചര്യത്തിൽ രൂപം കൊണ്ട ഒരു അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ റോഡുകളെക്കുറിച്ച് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിയിൽ നിന്ന് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള റോഡുകളെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ലേഖനത്തിൽ പരാമർശിക്കുന്നത്. റോഡുകളുടെ ചരിത്രം വെട്ടിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ റോഡുകളുടെ ചരിത്രം പറയുകയാണെങ്കിൽ കേരളത്തിലെ റോഡുകളെന്ന ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തെ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് പ്രശസ്ത ചരിത്രകാരനായ രവി അഹൂജയുടെ പഠനങ്ങൾ ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് കേരളത്തിലെ റോഡുകൾ എന്നുള്ളത് നമ്മൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ലേഖനം പരിശോധിക്കേണ്ടത്. 1983 പുറത്തിറങ്ങിയതും നിലവിലുള്ള കേരള ചരിത്ര രചനകളെ പിടിച്ചുലച്ചതുമായ പി.കെ. ബാലകൃഷ്ണൻ്റെ ജാതിവ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം റോഡുകളുടെയും അതുപോലെ തന്നെ തോടിൻ്റെയും കാടിൻ്റെയൊക്കെ ചരിത്രത്തിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. പിന്നെ 1880 കോട്ടയം കുമളി റോഡിൻ്റെ നിർമ്മാണം. അത് പി ഭാസ്കരനുണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകത്തിലും റോഡുകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ശരിക്കും പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ് ബഹുഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത്. തിരുവിതാംകൂറിൽ റോഡുകളില്ലായിരുന്നു എന്നതാണ് അന്നത്തെ പ്രബലമായിട്ടുള്ളൊരു വാദം. രണ്ടാമത്തത് കോട്ടയം കുമളി റോഡ് തിരുവിതാംകൂർ റോഡ് ചരിത്രം എന്ന സമവാക്യത്തിൻ്റെ നിർമ്മിതിയാണ്. തോട്ടം മേഖലയാണ് റോഡുകളുടെ ആവശ്യകത ഉണ്ടാക്കിയതെന്നാണ് അഭിപ്രായങ്ങളിൽ പറയപ്പെടുന്നത്. അതായത് 1860 PWD വകുപ്പിൻ്റെ നിർമ്മിതി മാത്രമല്ല റോഡുകളിൽ ഉണ്ടായത്. റോഡുകൾ ഉണ്ടാവാനുള്ള കാരണം തിരുവിതാംകൂറിലെ റോഡുകൾ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ റോഡുകൾക്ക് ഒരുപാട് വേറെ ചരിത്രങ്ങളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ജാതി, അധിനിവേശം ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ റോഡുകളുടെ ചരിത്രത്തിൻ്റെ പിറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സംഘർഷങ്ങളുടെ ചരിത്രമുണ്ട് റോഡിൻ്റെ പിറകിൽ എന്നൊക്കെയാണ് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. പണ്ട് ബ്രാഹ്മണർ നിർദ്ദേശിച്ച വഴികളുണ്ടായിരുന്നു. അത് തിരുവിതാംകൂറിൽ ലണ്ടൻ മിഷണറിമാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പണ്ട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാനുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ കുറിച്ചും ഒക്കെ മിഷണറിമാർ രേഖപ്പെടുത്തിയതായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പല്ലക്കിലൂടെ യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു സംഘം പല്ലക്കിലൂടെ റോഡിലൂടെ യാത്ര ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ മിഷണറിമാർ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. സംഭവങ്ങളായിട്ട് തന്നെയാണ് അതിനെയൊക്കെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അതൊക്കെ റോഡിൻ്റെ ഒരു ചരിത്രമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. റോഡിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ രാജാക്കന്മാരും ജാതീയതയും മിഷണറിമാരും ഒക്കെ നമ്മളവിടെ കടന്നു വരുന്നത് നന്നായി നോക്കി വയ്ക്കുക തന്നെ വേണം. അതുപോലെ തിരുവിതാംകൂറിൽ 32 ജില്ലയുടെ അവസ്ഥകളും ഇങ്ങനെ തന്നെയാണ്. നിലവിലുള്ള റോഡുകളെ ജാതി അടിസ്ഥാനത്തിൽ സംരക്ഷിക്കുക
കീഴാളരെ റോഡിൽ കണ്ടാൽ ഉപദ്രവിക്കുക, കൊല്ലുകയോ ചെയ്യുക, റോഡിലേക്ക് പുതിയ ശാഖയുടെ കൂട്ടിച്ചേർക്കലുകൾ തടയുക. അപ്പോൾ ഇതൊക്കെ ഒരു സവർണ മേലാധികാരത്തിൻ്റെ രീതിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ദൗത്യമായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇപ്പം ജാതീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാതീയത കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് തന്നെയാണ് യൂറോപ്യൻ മിഷണറിമാരും അവരുടെ പ്രവർത്തനങ്ങളും തുടങ്ങിയത് എന്നുള്ളത്. അപ്പം ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ ഈ ജാതി അധീശത്തിൻ്റെ മുകളിലുള്ള ഒരു വലിയ അടിയായിട്ട് വേണമെങ്കിലും നമുക്കതിനെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം 1864 ലണ്ടൻ മിഷണറിമാർ 220 സഭകളും ചർച്ച് മിഷണറി സമൂഹം 51 സഭകളും നടത്തുന്നുണ്ടായിരുന്നു. കേന്ദ്രീകൃത ഭരണത്തിന് കീഴിലും ഉടമസ്ഥാവകാശത്തിലും വിധേയമായിട്ടാണ് ഈ 273 സഭകളും നിലനിന്നിരുന്നത്. പിന്നീട് ഈ സഭകൾ ഇരട്ടിയായി. തിരുവിതാംകൂറിൽ വിദേശത്തു നിന്നുള്ള സന്ദർശകരെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതിയ റോഡുകളോട് കൂടിയാണ് ഈ സഭകൾ സ്ഥാപിതമായത് എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. യൂറോപ്യൻ ബിഷപ്പിൻ്റെ സന്ദർശനത്തിനായിട്ട് വെട്ടിയ റോഡാണ് ഇത് എന്നും വാമൊഴിയുണ്ട്. അപ്പോൾ റോഡിൻ്റെ ചരിത്രത്തിൽ അതുപോലെ കോട്ടയം കുമളി റോട്ടിലെ ചില കാഴ്ചകൾ നോക്കുമ്പോൾ അവിടെ കോട്ടയത്തിന് കിഴക്കൻ മേഖലയുമായിട്ട് തുടർച്ചയായ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ കാരണക്കാരനായത് ഹെൻറി ബേക്കർ എന്ന യൂറോപ്യൻ പാതിരിയാണ് എന്ന് പറയുന്നുണ്ട്. മലയരയ എന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ക്രിസ്തുമത പരിവർത്തനവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ മുണ്ടക്കയത്തും കൂട്ടിക്കലിലും അതുപോലെ തന്നെ മേലുകാവിലൊക്കെ ഹെൻറി ബേക്കർ സഭകൾ സ്ഥാപിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ വനപ്രദേശത്തു നിന്നും നടപ്പാതകൾ തുറക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മളിവിടെയൊക്കെ കാണേണ്ടത്. അതുപോലെ തന്നെ ചില ആളുകളുടെ രേഖപ്പെടുത്തലുകളായിട്ടും കാണുന്നുണ്ട്. എങ്ങനെയാണ് റോഡുകൾ വന്നത്, റോഡിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തലുകളായിട്ടും കാണുന്നുണ്ട്. ഇനി ചരിത്രമെഴുത്തിൽ ഇല്ലാതായ റോഡുകളും ഇതുപോലെ ഉണ്ട് എന്നാണ് പറയുന്നത്. ചില ഈ റോഡുകളുടെ നിർമ്മിതികൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എങ്ങനെയാണ് റോഡുകളുടെ നിർമ്മിതിക്ക് യുദ്ധങ്ങൾ കാരണമാകുന്നത് എന്നുള്ളതും ഇതേപോലെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജാതി അല്ലെങ്കിൽ ആചാരം എന്നുള്ളത് മാത്രമല്ല, ഒരു ഭരണകൂടത്തിനും അല്ലെങ്കിൽ അവർ നടത്തിയ യുദ്ധങ്ങൾക്കും ഗതാഗത സൗകര്യം ഒരു പ്രശ്നമേ ആയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വാണിജ്യത്തിനും കച്ചവട ആവശ്യങ്ങൾക്കുമൊക്കെ കാളവണ്ടികൾ ഉപയോഗിച്ചു. റോഡുകൾ അങ്ങനെ പുതുതായി ഉണ്ടായി. അതും ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്തു പറയാവുന്നതാണ്. അപ്പോൾ ആളുകൾ തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു, കാലികളെ ഉപയോഗിച്ച് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. പിന്നെ തിരുവിതാംകൂറിൽ അന്ന് ചക്രങ്ങൾ ചേർത്തുള്ള കന്നുകാലി ഉപയോഗം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. പിന്നെ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്തിരുന്നു, പല്ലക്കുകളിൽ വള്ളങ്ങളിൽ ഒക്കെ യാത്ര ചെയ്തിരുന്നു. അതുപോലെ തിരുവിതാംകൂറിൽ രാജവീഥികൾ രാജപാതയെന്നും പൊതുപാതയെന്നും രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. അടിമജാതികൾ ഒഴിവാക്കി നിർത്തിയിട്ട് ജാതി അടിസ്ഥാനത്തിലാണ് ഈ വഴികളെപ്പോലും നിർമ്മിക്കുകയും അതുപോലെ വഴികളെപ്പോലും തരംതിരിക്കുകയും ചെയ്തിരുന്നത് എന്നുള്ളതും നമ്മളെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിൽ റോഡുകളുടെ ആവശ്യകത വർദ്ധിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പാദത്തിലാണ് എന്ന് പറയുന്നുണ്ട്. തിരുവിതാംകൂറിൽ നടപ്പാതകളില്ല എന്ന് അല്ല പറയുന്നത്, നടപ്പാതകളുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ആവശ്യകത അപ്പോഴായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 1860 ശേഷം കീഴാള ആരാധനാലയങ്ങളും പള്ളിക്കൂടങ്ങളും ഒക്കെ കെട്ടി ഉയർത്തപ്പെടുകയും പിന്നെ ക്രിസ്തുമതം സ്വീകരിച്ച കീഴാളരെ സഭാനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ എതിർപ്പിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കാതെ പുതിയ താമസ സ്ഥലത്തുള്ളവർ പുതിയ പള്ളി പണിതു, അവർക്ക് മിഷണറിമാർ അവരുടെ അധ്യാപകരെ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു എന്താ പറയുക, പുതിയ പുതിയ ജീവിതക്രമങ്ങൾ വന്നപ്പോൾ പുതിയ പുതിയ റോഡുകളും വഴികളൊക്കെ ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചരിത്രത്തിൽ പറയുന്നത്. അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് താഴ്ന്ന വിഭാഗങ്ങളെ സംബന്ധിച്ച്, കീഴാള വിഭാഗങ്ങളെ സംബന്ധിച്ച് വലിയൊരു വിദൂര സ്വപ്നമായിരുന്നു.
പിന്നെ തന്നെയല്ല, അതിൻ്റെ ചരിത്രത്തിലും ഇഷ്ടംപോലെ പറയുന്നുണ്ട്. ചാമാരുടെ കാറ് ക്ഷേത്ര റോഡിൻ്റെ കിഴക്ക് വശത്ത് വന്നാൽ ഇത്ര അകലെ വെച്ച് ഇറങ്ങിക്കൊള്ളണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നൊരു കാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അന്നത്തെ വിപ്ലവങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിൽ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യന്മാരുടെ അല്ലെങ്കിൽ അടിമത്ത നിരോധനം നടത്തിയതിന് ശേഷം പിന്നെ അടിമകൾക്ക് പുതിയ തൊഴിലുകൾ അന്വേഷിക്കേണ്ടി വന്നു. അവർ പുതിയ തൊഴിലന്വേഷിച്ച് യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ തിരുവിതാംകൂർ തോട്ടം മേഖല വ്യാപകമായി ആരംഭിച്ചപ്പോൾ തോട്ടം മേഖലയിലേക്ക് ഒരുപാട് തൊഴിലാളികൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ തൊഴിലാളികൾ വരികയും അല്ലെങ്കിൽ തോട്ടം മേഖലയിലെ കർഷക തൊഴിലാളികൾ തമിഴ് വിഭാഗക്കാരായിരുന്നു. അപ്പോൾ ഇതും ഇവരുടെ അല്ലെങ്കിൽ ഈ തൊഴിലിന് വേണ്ടിയിട്ടുള്ള കുടിയേറ്റങ്ങൾ, അതുപോലെ ഇവരുടെ ജീവിതങ്ങൾ, തൊഴിൽ ബന്ധങ്ങൾ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ ചരിത്രത്തിൻ്റെ വഴികളിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുന്നതായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ടൊക്കെ റോഡുകളും അല്ലെങ്കിൽ യാത്രകളും വഴികളൊക്കെ ഉണ്ടാവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ 1850കളിൽ തന്നെ മുണ്ടക്കയം ഒരു പ്രത്യേക പ്രദേശമായി മാറ്റപ്പെട്ടു തുടങ്ങി. മുണ്ടക്കയത്തുകൂടി കടന്നു പോകുന്ന റോഡുകൾക്കും ഇത്തരത്തിലുള്ള സാമൂഹിക ചരിത്ര പശ്ചാത്തലമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. പുതിയ ആവാസയിടങ്ങൾ, യൂറോപ്യൻ ബന്ധങ്ങൾ, തമിഴ് കുടിയേറ്റങ്ങൾ, അങ്ങനെയാണ് ഈ കിഴക്കൻ മേഖലകളൊക്കെ വികസിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ മൂലൂരും റോഡുകളുടെ സാഹിത്യവും. മൂലൂർ എസ് പത്മനാഭ പണിക്കരെ നന്നായി പദ്യരചനകൾ അല്ലെങ്കിൽ കവിതകൾ എഴുതുന്ന ഒരു സരസനായിട്ടുള്ള ഒരു കവിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയിൽ, അദ്ദേഹത്തിൻ്റെ വരികളിൽ റോഡുകളെക്കുറിച്ചും റോഡ് പണികളെക്കുറിച്ചും റോഡിൻ്റെ ആവശ്യകതയെക്കുറിച്ചും റോഡ് പണിയുന്നവർക്കുള്ള ഊർജം പകർന്നുകൊണ്ടുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുളക്കുഴ, കിടങ്ങൂര്, തുമ്പമൺ, ഇലന്തൂര്, അതുപോലെ തുമ്പമൺ കോഴഞ്ചേരി വഴി കുളനട, ഇലവന്തിട്ട, ഇങ്ങനെയൊക്കെയുള്ള റോഡുകൾ നിർമ്മിച്ചതിലൊക്കെ മൂലൂരിൻ്റെ നേതൃത്വത്തിലായിരുന്നു. മൂലൂരിൻ്റെ സാഹിത്യവും കവിതയും ഒരുപാട് ഇതിനെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ ഈഴവർക്ക് ഇന്ന ജാതികൾക്ക് നടക്കാൻ പാടില്ല എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന ജാതികൾക്ക് നടക്കാൻ പാടില്ലാത്ത വഴികളെക്കുറിച്ചും മൂലൂർ കവിതകൾ എഴുതിയിട്ടുണ്ട്. സരസമായ ഹാസ്യാത്മകമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ചരിത്രപരമായിട്ടുള്ള കവിതകൾ കൂടി റോഡുകളുടെയും അല്ലെങ്കിൽ റോഡിൻ്റെ പിറകിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ജാതിയെയൊക്കെ കുറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. ഈ റോഡുകളുടെ ചരിത്രം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാവുന്ന വേറൊരു ചരിത്രമാണ് മലബാർ സമരങ്ങളിലെ കന്നുകാലികളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പഠനങ്ങൾ നടത്തിയ മഹ്മൂദ് കൂരിയുടെ ലേഖനവും ഇതുപോലെ എടുത്തു പറയേണ്ട ഒരു ലേഖനമാണ്. ശരിക്കും കഴുതകളും ആനകളും കുതിരകളൊക്കെ കേരളത്തിലെ പൊതുജീവിതവുമായിട്ട് വളരെയധികം നിരന്തരമായ സമ്പർക്കങ്ങൾ ഉള്ളതാണ്, കാലാകാലങ്ങളായിട്ട് സമ്പർക്കം ഉള്ളതാണ്. മലയാളികളുടെ ഗാർഹിക ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥകളിലൊക്കെ ഈ കന്നുകാലികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിക്കും കേരളത്തിൻ്റെ ഒരു നവനിർമ്മിതിയിൽ അല്ലെങ്കിൽ തൊഴിലിലായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയിലായിക്കോട്ടെ ശരിക്കും ഈ ജന്തുക്കൾക്കുള്ള അല്ലെങ്കിൽ മൃഗങ്ങൾക്കുള്ള കന്നുകാലികൾക്കുള്ള പ്രാധാന്യം വളരെയേറെയാണ്. ശരിക്കും ഒരു സ്വകാര്യ സ്വത്ത് തന്നെയായിരുന്നു ഇവർക്ക് കന്നുകാലികൾ. ശരിക്കും ദൈവത്തെപ്പോലെ അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ വരുമാനത്തിലെ ഒക്കെ ഏറ്റവും വലിയ ആണിക്കല്ല് തന്നെയായിരുന്നു കന്നുകാലികൾ എന്നുള്ളത്
പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ കന്നുകാലികളെക്കുറിച്ചിട്ടുള്ള പഠനവും അല്ലെങ്കിൽ അത് മലയാളികളുടെ അല്ലെങ്കിൽ മലബാർ മലയാളികളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്ന ഒരു ലേഖനമാണ് മഹമ്മൂദ് കുരിയയുടെ കാലിക്കുളമ്പടികൾ. ആ കാലിക്കുളമ്പടികളിൽ മലബാർ സമരങ്ങളിൽ എത്രമാത്രം ഏറനാട് എന്ന അർത്ഥം കാളകളുടെ നാട് എന്നാണ്. കാള, എരുത്, ഏറാളി നാട് അല്ലെങ്കിൽ ഏറനാട് എന്ന പ്രദേശം, പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സീ 1-ാം നൂറ്റാണ്ടിൽ പറയുന്ന ടിൻഡിസ്, കടലുണ്ടി അല്ലെങ്കിൽ പൊന്നാനി, ബേപ്പൂർ പുതിയ തീരപ്രദേശങ്ങൾക്ക് പിറകിൽ കിടക്കുന്ന ഉൾപ്രദേശമാണെന്നും കാളകൾ മേയുന്ന നാടാണെന്നും അവിടെ അധികാരികളും പ്രമാണിമാരും ഏറാടികളാണെന്നും വില്യം ലോഗൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട്ടേക്ക് അധികാരം മാറുന്നത് വരെ സാമൂതിരിമാരായിരുന്നു ഏറനാടിൻ്റെ ഉടയവരെന്നും അതിനാൽ നെടിയിരിപ്പ് സ്വരൂപം എന്ന പോലെ അവരുടെ ഉത്ഭവ കേന്ദ്രം ഏറാടി സ്വരൂപമാണെന്നും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ രാജാവ് കഴിഞ്ഞ രാജകുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മൂത്ത പുരുഷൻ ഏറാൾപ്പാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതൊക്കെ വില്യം ലോഗൻ എഴുതി വച്ചിട്ടുണ്ട്. ആനകളും വെള്ളക്കുതിരകളും രാജാക്കന്മാർക്ക് അവകാശപ്പെട്ട പോലെ തന്നെ നാട്ടുരാജാക്കന്മാർക്കും കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതുപോലെ മനുഷ്യനെ കൊന്ന കന്നുകാലികളും അതുപോലെ മനുഷ്യന് ഭംഗിയുള്ള കന്നുകാലികളും അല്ലെങ്കിൽ അവകാശമുള്ള കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കാളകളും കാളവണ്ടികളും ഒക്കെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രദേശത്തിൻ്റെ ഏറനാടിൻ്റെ അല്ലെങ്കിൽ മലബാറിലെ ഒരു വലിയ ജീവിത വ്യവസ്ഥിതിയുമായിട്ട് നിൽക്കുകയാണ്. അന്ന് പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൃഷിഭൂമിയും കിടപ്പാടത്തിന് വേണ്ടിയിട്ടുള്ള സമരം പോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വിപ്ലവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പശുക്കളെപ്പോലെയുള്ള വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആന്തരിക ചോദന മനുഷ്യന് ആ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം മൃഗങ്ങളുടെ ആക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആക്രമണത്തിൽ ഇല്ലാതായ മനുഷ്യ ജീവിതങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാലത്ത് എത്രമാത്രം ജീവികൾ അല്ലെങ്കിൽ ജന്തുക്കൾ, കന്നുകാലികൾ മനുഷ്യന് പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതും പറയുന്നത്. ഇപ്പോൾ പാടത്ത് പണിയെടുപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കന്നുകാലികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ കാട്ടുപന്നികളും കാട്ടാനകളും മറ്റും വന്യമൃഗങ്ങളും നിരന്തരം കയറി മേയുന്നത് കാരണം ഒറ്റ വിള പോലും തങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥകൾ. അപ്പോൾ അത് ഏതാനും വ്യാഴവട്ടങ്ങളിൽ തങ്ങളെ എല്ലാവരും നിരായുധീകരിക്കുകയും തോക്കുകൾ നിരോധിക്കുകയും ചെയ്തതിനാൽ ഈ മൃഗങ്ങളെ തുരത്താനോ പ്രതിരോധിക്കാനോ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇതും നമുക്കൊരു ചരിത്ര അടയാളപ്പെടുത്തലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കൃഷി നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കന്നുകാലികളെ വലിയ വലിയ ജന്തുക്കൾ വന്ന് ആക്രമിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പല കാലഘട്ടങ്ങളിലുള്ള സമരങ്ങളെക്കുറിച്ചും ജന്മികളുടെ നിരന്തര പീഡനങ്ങളെക്കുറിച്ചും നികുതി അതുപോലെ പിഴകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വളർത്തുമൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഹർജിയിൽ പറയുന്നത് തൊട്ടു മുൻപ് പാണ്ടിക്കാട്ട് നടന്ന കലാപത്തിൽ ഒരു സ്ഥലത്തെ കൃഷ്ണൻ നായരടക്കമുള്ള ചില നായന്മാർ തങ്ങളുടെ സഹോദരികളോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചും ഇവയ്ക്ക് പുറമെ ഏതാനും ജന്മികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ക്രൂരതകളെക്കുറിച്ചുമാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള യുദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ ഒക്കെ കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കന്നുകാലികൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സമരത്തിൻ്റെയോ വിപ്ലവത്തിൻ്റെയോ കാരണങ്ങൾ കൂടിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. മലബാർ കാളകളും കർഷകരും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. മലബാറിലെ കർഷകർക്ക് അവരുടെ വളർത്തുമൃഗങ്ങൾ കൃഷി ഉപകരണങ്ങളാണ്. അതുപോലെ 19 നൂറ്റാണ്ടുകളിൽ കൃഷിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നത്. മൃഗങ്ങൾക്ക് ആവശ്യകത കൂടി വന്നു. അതുപോലെ തന്നെ അന്നത്തെ മൃഗങ്ങളുടെ കാളകളുടെ വിലകൾ വലിയ വിലയായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. അതുപോലെ ഒരു ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമിക്കില്ലാത്ത വിലയുടെ അത്രയും ഇരട്ടി വിലയായിരുന്നു മൃഗങ്ങൾക്ക് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മലബാറിൽ കാളകളെ കൊണ്ട് ഏക്കർ ഉഴുകുന്നതിന് അന്ന് 2 രൂപയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അന്ന് ചാണകത്തിനുള്ള വിലയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ
കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളുടെ തന്നെ മാലിന്യങ്ങളുമായിരുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പിന്നെ കാളകളെയും കൊണ്ട് പാടമുഴുതാൻ പോയ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വള്ളുവനാട്ടെ കുളത്തൂരിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത കൂലിപ്പണിക്കാരായ 2 ചെറുപ്പക്കാർ വീട്ടിൽ നിന്നിറങ്ങിയത് കാളകളെ കൊണ്ട് പാടമുഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അവിടെയും ഒരു ചരിത്ര സംഭവം പറയുന്നുണ്ട്. സമരത്തിൻ്റെ ഒരു ചരിത്ര സംഭവം അവിടെയും പറയുന്നുണ്ട്. അതുപോലെ മലബാർ സമരങ്ങൾ വർഗീയ കലാപങ്ങളായിരുന്നു എന്നൊരു ആഖ്യാനം അക്കാലങ്ങളിൽ തന്നെ രൂപപ്പെട്ടു വന്നിരുന്നതിനാൽ പശുക്കൾ 2 സമുദായങ്ങളെയും ഭിന്നിപ്പിക്കാൻ ഉതകുന്ന ശക്തമായ ഉപകരണങ്ങളായിരുന്നു. അതായത് പശുക്കളെ ആക്രമിച്ചെന്നോ കൊന്നെന്നോ ഉള്ള ആരോപണങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിൽ എത്രത്തോളം പ്രതിലോമകരമായെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ അന്നത്തെ ഒരു സംഭവം കൂടി എടുത്ത് പറയുന്നുണ്ട്. 1921-22 കലാപങ്ങളുടെ കാലഘട്ടങ്ങളിലും ഈ പശുവിനെ അറുത്ത് ആഘോഷിച്ചതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും 22 കലാപത്തിലും പശുക്കളുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കലാപത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം അതിൽ പല വ്യക്തികളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ സാമൂതിരിയുടെ സാന്നിധ്യത്തിൽ പാസാക്കിയ പ്രമേയം നമുക്ക് ലഭിക്കുന്നത് 1922 പ്രസിദ്ധീകരിച്ച സി ശങ്കരൻ നായരുടെ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ അന്നത്തെ കാളവണ്ടിയായിരുന്നു സഞ്ചാര ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നുണ്ട്. പിന്നെ പുഴകളും കനാലുകളും കായലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ജലമാർഗത്തിലൂടെയും യാത്രകൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂടാതെ ഏറ്റവും വലിയ സഞ്ചാര ഉപാധി എന്ന് പറയുന്നത് ഈ എന്താ പറയുക കാളവണ്ടി പോലെയുള്ള വണ്ടികൾ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ കുരുമുളക് പോലെയുള്ള സുഗന്ധ ദ്രവ്യ വസ്തുക്കൾ അല്ലെങ്കിൽ ചുമടുകൾ അല്ലെങ്കിൽ കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലേക്ക് ഒക്കെ മാറ്റം ചെയ്യാനൊക്കെ അല്ലെങ്കിൽ കൊണ്ടുപോകാനും എടുക്കാനുമൊക്കെ ഈ ഒരു വണ്ടികൾ അല്ലെങ്കിൽ കാളവണ്ടികളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീടാണ് തീവണ്ടികളും അല്ലെങ്കിൽ ചരക്കുകളും തീവണ്ടികളുടെ ഏറ്റവും വലിയ പ്രാധാന്യമൊക്കെ പിന്നീട് കടന്നു വരുന്നു. പക്ഷേ ഒരുവിധം അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ഏറ്റവും വലിയ യാത്രാ മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാളവണ്ടികളെ പോലെയുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മലബാറിലെ റോഡുകളുടെ പിറകിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സംഘർഷങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് മാപ്പിളമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കാളവണ്ടി ഓടിക്കലായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ കാളവണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മുടെ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളും സമരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാലത്തും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറനാട് പോലുള്ള താലൂക്കുകളിലെ സമരപ്രദേശങ്ങളിൽ മിക്കവയും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് 30-40 മൈലുകൾ വരെ അകലത്തിലായിരുന്നു എന്നതിനാലും കാറുകളെ ആശ്രയിക്കുന്നതിന് പുറമെ മാപ്പിള വണ്ടിക്കാരുടെ അതൃപ്തിക്ക് കൂടി കാരണമാകുന്നു എന്നതിനാലും 1921കളുടെ ആദ്യകാലത്ത് പല നേതാക്കളും ഉൾനാടുകളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ലെന്നാണ് ഹിച്ച്കോക്ക് തൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്. അതുപോലെ കാള സൈന്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആന, കഴുത പോലെ ആയുധങ്ങൾ, യുദ്ധസന്നാഹങ്ങളും സൈനികരുടെ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണം, വെള്ളം ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കാളകളെയൊക്കെ ചുമട്ടു മൃഗങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിലുണ്ടായിരുന്ന കാളവകുപ്പിന് കർണാട്ടിക് യുദ്ധങ്ങളിൽ എത്രയോ കാളകളെ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പറയുന്നുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് ഈ പശുക്കളെ മോഷ്ടിക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. അപ്പം അവിടെയും ഒരു ചരിത്രം അല്ലെങ്കിൽ കലാപങ്ങളിലൊക്കെ ഈ കന്നുകാലികളെ മോഷ്ടിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ സംഭവിച്ചൊരു സംഭവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഏറനാടിലെ മാപ്പിളമാരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ പശുക്കൾക്ക് വേണ്ടി സങ്കടഹർജി കൊടുത്ത മലബാറുകാരെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്കറിയാം ഈ ഒരു കാലത്തെ
വലിയ ഒരു അരാജകത്വം അല്ലെങ്കിൽ വലിയൊരു ജീവിതത്തിൻ്റെ വ്യവസ്ഥിതിയിൽ ശരിക്കും എത്രത്തോളം നമുക്ക് കൃഷിഭൂമിയും അല്ലെങ്കിൽ കന്നുകാലികളും ഒക്കെ പ്രധാനമായിരുന്നു എന്നുള്ളതാണ് നമുക്കിതൊന്നൊക്കെ മനസ്സിലാവുന്നത്. ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന മാപ്പിളമാർക്ക് എത്രമാത്രം പ്രതീക്ഷയുടെ പര്യായങ്ങളായിരിക്കണം നാടെത്തും വരെയുള്ള കൃഷിയും നാടിന് സമാനമായ കൃഷിരീതികളും. അതിനായി കാളകളും അവയുടെ ലഭ്യതകളും വലിയ ഘടകങ്ങളാണല്ലോ. കാളകൾ ചത്തൊടുങ്ങുന്നത് ആ വർഷങ്ങളിൽ അന്തമാനിൽ വ്യാപകമായിരുന്നു എന്ന് ഈ പരാതി കാണിക്കുന്നു. എന്നാൽ ഇതിന് പ്രതികരണമായി 1926 ഒക്ടോബർ 4 ഗവൺമെൻറ് പുറത്തിറക്കിയ പ്രമേയം ഈ പരാതി തെറ്റാണെന്നും വാദിക്കുന്നു. അതായത് 1925 കന്നുകാലി രോഗം പിടിപെട്ട് ഒരുപാട് കന്നുകാലികൾ ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചത്തപ്പോൾ ഒരുപാട് ലോണുകൾ അവരുടെ പേരിലുണ്ടായിരുന്നു. അതൊക്കെ എഴുതി തള്ളിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളുമായും അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയുമായും ബന്ധപ്പെട്ട് കന്നുകാലികളുടെ ചരിത്രമുണ്ട്. പ്രത്യേകിച്ചും ഏറനാട്ടിൽ അല്ലെങ്കിൽ മലബാറിൽ മാപ്പിള സമുദായത്തിലും എന്ന് പറഞ്ഞു വരികയാണ്. അപ്പോൾ രാഷ്ട്രീയമായും സാമൂഹികമായും വിപ്ലവകരമായും ഒക്കെ സാമ്പത്തികമായൊക്കെ ഒരു ബന്ധം കന്നുകാലികൾക്ക് മലബാറിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര വസ്തുതകളാണ് വളരെ ചില നിഗമനങ്ങളും അതുപോലെ തന്നെ ചില പുസ്തകങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടതും അതിലുപരിയായിട്ട് പല ആളുകളുടെ ജീവിതവും അനുഭവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത്. ഒരു 10, 100, 200 വർഷത്തെ അല്ലെങ്കിൽ അതിനപ്പുറം വർഷത്തെ കന്നുകാലികളുടെ ചരിത്രം ആണ് അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ചരിത്രമാണ് നമ്മൾ ഈ ഒരു ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.